ഞാൻ അനൂരഞ്ജിത്ത് സൈക്കാട്രിക് കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിർച്വൽ ഓട്ടിസത്തിനെ കുറിച്ചാണ്. വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുട്ടികളിൽ അമിതമായിട്ടുള്ള ഗ്രാജറ്റുകളുടെ ഉപയോഗം മൂലം പരിസരം എന്താണ്, പരിസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. പണ്ട് ചുറ്റുപാടുകളെക്കുറിച്ച് കുട്ടികൾ മനസ്സിലാക്കിയിരുന്നത് സ്പർശനം കൊണ്ടും അതുപോലെ തന്നെ മണത്തും രുചിച്ചും കേട്ടും കണ്ടും ഒക്കെയായിരുന്നു കുട്ടികൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് അത് മാറിയിട്ട് നമ്മളുടെ കുട്ടികൾ കൂടുതൽ സമയം, പ്രത്യേകിച്ചും 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അധിക സമയം സ്ക്രീൻ ടൈം കൂടുന്ന കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ശരിക്കും വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സ്ക്രീൻ ടൈം മൊബൈലിലായിക്കോട്ടെ, അതുപോലെ തന്നെ ലാപ്ടോപ്പിലായിക്കോട്ടെ, മൊബൈൽ ഫോണിലായിക്കോട്ടെ, TV ആയിക്കോട്ടെ, കൂടുതൽ കാണുമ്പോൾ നമ്മളുടെ സന്ദർഭം അനുസരിച്ച് പെരുമാറാനുള്ളൊരു കഴിവ് നഷ്ടപ്പെടുന്നു. പലപ്പോഴും ADHDക്ക് സമാനമായിട്ടുള്ള ഒരു സ്വഭാവ ലക്ഷണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ വിർച്വൽ ഓട്ടിസമുള്ള കുട്ടികളിൽ പ്രകടമാകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കണം. വിർച്വൽ ഓട്ടിസം ലക്ഷണങ്ങളാണോ അതോ ADHD ലക്ഷണങ്ങളാണോ കുട്ടിക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ വിർച്വൽ ഓട്ടിസം നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം എന്താണ്, വിർച്വൽ ഓട്ടിസത്തിൻ്റെ ഒരു രോഗലക്ഷണം അല്ലെങ്കിൽ സ്വഭാവ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ADHDയുടെ സമാനമായിട്ടുള്ള സ്വഭാവ ലക്ഷണങ്ങളാണ് ശരിക്കും വിർച്വൽ ഓട്ടിസത്തിനും ഉള്ളത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും കുട്ടിക്ക്, പിന്നെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവായിരിക്കും, പിന്നെ പ്ലേ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനായിട്ട് വളരെ മടിയായിരിക്കും, ദേഷ്യപ്പെടുക ആ സമയത്ത്. അതുപോലെ തന്നെ സ്പീച്ച് ഡിലേ ഉണ്ടാകുന്നു, പിന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ കുറവായിരിക്കും, ഇറിറ്റബിലിറ്റി, പിന്നെ അതുകൂടാതെ മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തിരിച്ചറിവ് വളരെയേറെ കുറവായിരിക്കും. അപ്പം നമുക്ക് സാഹചര്യമായിട്ട് എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ കഴിക്കണമെന്നും എങ്ങനെ ചിന്തിക്കണമെന്നും എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കഴിവ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചറിവിലൂടെ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ നഷ്ടപ്പെടുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വിർച്വൽ ഓട്ടിസത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ വിർച്വൽ ഓട്ടിസം നമ്മൾക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. സ്ക്രീൻ ടൈം കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കുറച്ച് നാളത്തെ സാഹചര്യം അനുസരിച്ച് കൂടുതൽ സമയം ഫോൺ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ TV കാണുമ്പോൾ കുട്ടികൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലോ അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നതിലോ താല്പര്യം വളരെ കുറവായിരിക്കും, ഇൻട്രാക്ഷൻ കുറയും. ഇപ്പം ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ കുട്ടികൾ ഏത് സമയവും TV കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഒരു ശല്യവും ഇല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അവന് TV വേണം, അല്ലെങ്കിൽ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ അവന് അറിയാതെ തന്നെ ഭക്ഷണം കഴിച്ചോളൂ. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കുട്ടികളിൽ ഭക്ഷണം കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും വഴക്കുണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തോട്ട് കോവിഡൊക്കെ വന്നുകൊണ്ട് പുറത്തോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അത് ഇല്ലാതാക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് സ്ക്രീൻ ടൈം കുറയ്ക്കാന്നുള്ളത്. സ്ക്രീൻ ടൈം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഗ്രാജ്വലി പതുക്കെ കുറച്ച് കഴിഞ്ഞാൽ വിർച്വൽ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളും പതുക്കെ അപ്രത്യക്ഷമാകുന്നതായിട്ട് കാണും. ഹൈപ്പർ ആക്ടിവിറ്റി മാറും, ഇറിറ്റബിലിറ്റി മാറും, ഭക്ഷണം ഇതില്ലാതെ കഴിക്കാൻ തുടങ്ങും, മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങും, അതുപോലെ തന്നെ ദേഷ്യം കുറയുന്നതായിട്ട് കാണും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിർച്വൽ ഓട്ടിസം ശരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടി പോയിട്ടുണ്ടെങ്കിൽ പതുക്കെ സ്ക്രീൻ ടൈം കുറച്ചിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കുട്ടിയുമായിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കുക. ചെറിയ സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കുക. ബെഡ് ടൈം സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും. രാത്രിയിൽ മൊബൈൽ നോക്കി ഇരിക്കാതെ ബെഡ് ടൈം സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കുക. ഫേസ് ടു ഫേസ് സംസാരിക്കുക. നമ്മളും കഴിവതും കുട്ടികളുടെ മുന്നിൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. കുട്ടികളെയും കൊണ്ട് പുറത്തോട്ട് പോയി അവരുമായിട്ടൊന്ന് കളിക്കുക. ഗ്രൂപ്പ് പ്ലേ ആക്ടിവിറ്റീസൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. ഒരേ സമപ്രായക്കാരുമായിട്ട് സമ്പർക്കം പുലർത്താനായിട്ട് സാഹചര്യങ്ങൾ ഒരുക്കുക. കൂടുതൽ സമയം ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ കുട്ടിയെ പങ്കെടുപ്പിക്കുക. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇതെന്ന് വെച്ചാൽ കഥകളൊക്കെ വായിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ചെറിയ കുട്ടി കവിതകളൊക്കെ കിട്ടും. അതൊക്കെ കുട്ടിയെ കൊണ്ട് പാടിക്കുകയും നിങ്ങൾ കൂടെ പാടുകയൊക്കെ ചെയ്തിട്ട്
കുറച്ച് അവന് സന്തോഷം ഉണ്ടാകുന്ന, അല്ല അവൾക്ക് സന്തോഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് അവരുടെ മൈൻഡിനെ മാറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്പിരിച്വൽ ഓട്ടിസം എന്ന ഒരവസ്ഥയിൽ നിന്ന് കുട്ടിയെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലാതെങ്കിൽ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവൻ വീട്ടിലും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് കറക്റ്റായിട്ടിരുന്ന് ഹോംവർക്ക് ചെയ്യാനോ ക്ലാസ്സിൽ അറ്റൻഷൻ കിട്ടുമോ, ക്ലാസ്സിൽ എഴുന്നേറ്റ് നടക്കും, അതുപോലെ മറ്റുള്ള കുട്ടികളെ ശല്യം ചെയ്യും, ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കാൻ അറിയില്ല, ഇൻ്റർവെൽ ടൈമിലൊന്നും ഭക്ഷണം കഴിച്ചെന്ന് വരില്ല, അവന് കഴിക്കേണ്ട സമയത്ത് ഓടിപ്പോയി കഴിച്ചെന്ന് വരും. അപ്പോൾ സാഹചര്യമായിട്ട് ചുറ്റുപാടുമായിട്ട് സഹകരിച്ച് ഉള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടി ഇടയ്ക്ക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി എഴുന്നേറ്റ് പോയത്. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് പേരൻസിന് ഒരു ബുദ്ധിമുട്ടായിരിക്കും. സ്കൂളിൽ നിന്ന് വിളി വരും, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സോഷ്യലായിട്ടുള്ള ഫങ്ഷൻ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ നമുക്ക് കറക്റ്റായിട്ട് സാധിക്കാതെ ഇവൻ ബഹളം വയ്ക്കും മൊബൈൽ കൊടുത്തില്ലെങ്കിൽ. അതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കഴിക്കണം എന്നറിയത്തില്ല, എത്ര കഴിക്കണം എന്ന് കുട്ടിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ അതിൻ്റെ കഴിക്കുന്നതിൻ്റെ രുചിയോ സ്മെല്ലോ ഒന്നും അവൻ അറിയാൻ മേലാതെ വരുന്നു. അവൻ്റെ ആ ഒരു ബ്രെയിൻ, അവൻ്റെ ആ ഒരു ശ്രദ്ധ മുഴുവൻ ഫോണിലോ അല്ലെങ്കിൽ രാജ്യത്തിലോ ആയി മാറുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പിനെ തന്നെ വളരെയേറെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കുട്ടികളെ മാക്സിമം കുട്ടികളുമായിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കുക, ബെഡ് ടൈം സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കുക, ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുപ്പിക്കുക, നന്നായിട്ട് പുറത്തിറക്കി കളിപ്പിക്കുക കുട്ടികളെ, കൂടെ നമ്മളും കളിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരിക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ADHDയുടെ സ്വഭാവ ലക്ഷണങ്ങൾ മാറി വരുന്നതായിട്ട് ശ്രദ്ധയപ്പെടാം. കുറച്ച് ദേഷ്യം കുറയും, ഇറിറ്റബിലിറ്റി കുറയും, കുറച്ച് അറ്റൻഷൻ സ്പാൻ കൂടും, സംസാരിക്കാനുള്ള കഴിവ് വരും. ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്പിരിച്വൽ ഓട്ടിസം വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്പിരിച്വൽ ഓട്ടിസം എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടി വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു ഫലപ്രദമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിനോടൊപ്പം ഫോൺ നമ്പർ വിളിക്കണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും